Hi guys, so this video is completely for CA CMA students. So കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ മാർജിൻ കോസ്റ്റിങ്ങിലെ 16ാമത്തെ പ്രാക്ടിക്കൽ ക്വസ്റ്റ്യൻ്റെ പാർട്ട് 1 നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. സോ അത് കാണാത്തവർ ചാനലുണ്ട്, നിങ്ങൾക്കത് പോയി കാണാം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് വെച്ചാൽ നമുക്ക് ആ 16ാമത്തെ ക്വസ്റ്റ്യൻ്റെ പാർട്ട് 2 ആണ്. സോ നമ്മൾ പാർട്ട് 1ൽ നമ്മൾ ഫസ്റ്റ് റിക്വയർമെൻറ്റ് നമ്മൾ കംപ്ലീറ്റ് ആക്കിയിരുന്നു. നെക്സ്റ്റ് നമ്മൾ ചെയ്യുന്നത് വെച്ചാൽ പാർട്ട് 2 ആണ്. സോ അതായത് സെക്കൻഡ് റിക്വയർമെൻ്റ് ആണ് നമ്മൾ ഇന്ന് കംപ്ലീറ്റ് ചെയ്യാൻ പോകുന്നത്. സോ അതുകൊണ്ട് തന്നെ എല്ലാവരും വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് നിങ്ങൾ അറ്റൻഡൻസ് നോക്കുക. അത് നെക്സ്റ്റ് നമുക്ക് നമ്മൾ സെക്കൻഡ് റിക്വയർമെൻ്റ് എന്താ നോക്കാം. സോ ക്വസ്റ്റ്യൻ പറയുന്നത് വെച്ചാൽ സെക്കൻഡ് റിക്വയർമെൻറ്റ് കാൽക്കുലേറ്റ് ദ ബ്രേക്ക് ഈവൻ പോയിൻറ്റ്. സോ ബ്രേക്ക് ഈവൻ പോയിൻ്റ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം. സോ ഇൻ റുപ്പീസിൽ നമ്മൾ ചോദിച്ചിട്ടുണ്ട്, അതായത് വാല്യൂവിൽ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം. ആസ് ഓൾസോ ഇൻ നമ്പർ ഓഫ് ദി ബോട്ടിൽസ്, അതായത് നമ്മൾ നമ്പർ ഓഫ് ദി ബോട്ടിൽസ് എന്ന് വെച്ചാൽ നമ്മൾ യൂണിറ്റ്സിൽ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ ബ്രേക്ക് ഈവൻ പോയിന്റ് എന്ന് പറയുന്നത് നമ്മൾ റുപ്പീസിലും കാൽക്കുലേറ്റ് ചെയ്യണം. അതുപോലെ തന്നെ നമ്മൾ നമ്പേഴ്സിലും യൂണിറ്റ്സിലും കാൽക്കുലേറ്റ് ചെയ്യണം. സോ ഫോർ ദ ബൂട്ടൻസ് സബ്സിഡറി ഓൺ ദ അസംഷൻ ദാറ്റ് സെല്ലിംഗ് പ്രൈസ് ഈസ് 40 പെർ ബോട്ടിൽ. നമുക്ക് സെല്ലിംഗ് പ്രൈസ് 14 രൂപയാണെങ്കിൽ, സോ സെല്ലിംഗ് പ്രൈസ് 14 രൂപ എന്നുള്ള അസംഷനിൽ നമ്മൾ എന്ത് ചെയ്യണം, ബ്രേക്ക് ഈവൻ പോയിന്റ് റുപ്പീസിലും സെയിൽസിലും യൂണിറ്റ്സിലും നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം. സോ നമുക്ക് ബ്രേക്ക് ഈവൻ പോയിന്റ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് നമുക്ക് ജസ്റ്റ് റിവൈസ് ചെയ്യാം. സോ ബ്രേക്ക് ഈവൻ പോയിന്റ് എന്ന് വെച്ചാൽ ദ പോയിന്റ് അറ്റ് വിച്ച് ദ പ്രോഫിറ്റ് ആൻഡ് ലോസ് ഈസ് സീറോ. പ്രോഫിറ്റ് ആൻഡ് ലോസ് ആർ സീറോ. പ്രോഫിറ്റും ലോസും സീറോ ആകുന്ന പോയിന്റിനെയാണ് നമ്മൾ ബ്രേക്ക് ഈവൻ പോയിന്റ് എന്ന് പറയുന്നത്. ആർ യു ക്ലിയർ ഗൈസ്? സോ അങ്ങനെയാണെങ്കിൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. സോ ഇതാണ് നമുക്ക് ബ്രേക്ക് ഈവൻ പോയിന്റ് നമുക്ക് യൂണിറ്റിൽ കാൽക്കുലേറ്റ് ചെയ്യണം, അതുപോലെ തന്നെ നമുക്ക് റുപ്പീസിലും കാൽക്കുലേറ്റ് ചെയ്യണം. സോ നമുക്ക് ബ്രേക്ക് ഈവൻ പോയിന്റ് റുപ്പീസിലാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. സോ ബ്രേക്ക് ഈവൻ പോയിന്റ് റുപ്പീസ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന ഇക്വേഷൻ ഇതാണ്: ഫിക്സ്ഡ് കോസ്റ്റ് ഡിവൈഡ് ബൈ പി വി റേഷ്യോ. സോ നമുക്ക് ഫിക്സ്ഡ് കോസ്റ്റ് നമുക്ക് ഓൾറെഡി അറിയാം, 92,800 നമുക്ക് ഫിക്സ്ഡ് കോസ്റ്റ്. സോ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് ചെയ്തപ്പോൾ നമ്മൾ കിട്ടിയിരുന്നു 92,800. സോ ഫസ്റ്റ് ക്ലാസ് കണ്ടവർക്ക് മനസ്സിലാവും, 92,800 നമുക്ക് ടോട്ടൽ ഫിക്സ്ഡ് കോസ്റ്റ് എന്ന് പറയുന്നത്. സോ 92,800 നമുക്ക് ഫിക്സ്ഡ് കോസ്റ്റ്. നെക്സ്റ്റ് നമുക്ക് പി വി റേഷ്യോ ഈസിക്കൽ ടു 20.71%. നമുക്ക് സോ എങ്ങനെ കിട്ടിയ വർക്കിംഗ് നോട്ട് നമ്പർ 1ലേക്ക് വരാം. സോ വർക്കിംഗ് നോട്ട് നമ്പർ 1 എന്ന് പറയുന്നത് ഓക്കെ, അതായത് നമുക്ക് ഓൾഡ് സെയിൽസ് തന്നിട്ടുണ്ട്. സോ നമുക്ക് ഓൾഡ് സെല്ലിംഗ് പ്രൈസും അതുപോലെ തന്നെ ന്യൂ സെല്ലിംഗ് പ്രൈസുമാണ് നമ്മൾ ചെയ്യുന്നത്. സോ സെയിൽസ് എന്ന് പറയുന്നത് നമുക്ക് ഓൾഡിൽ നമുക്ക് 40,000 ഇൻറ്റു 50 ആണ് നമ്മൾ ഓൾറെഡി നമ്മൾ കണ്ടെത്തിയ സെല്ലിംഗ് പ്രൈസ് ഈസിക്കൽ ടു 6 lakh ആണ് നമുക്ക് സെയിൽസ്. നമുക്ക് ന്യൂ സെല്ലിംഗ് പ്രൈസ് എന്ന് പറയുമ്പോൾ 40,000 ആണ് നമുക്ക് യൂണിറ്റ്. 14 രൂപ ക്വസ്റ്റ്യൻ നമുക്ക് പറഞ്ഞിട്ടുണ്ട്, സെല്ലിംഗ് പ്രൈസ് 14 ആണ്. അങ്ങനെയാണെങ്കിൽ 5,60,000 ആണ് നമുക്ക് സെയിൽസ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് വേരിയബിൾ കോസ്റ്റ്. സോ നമ്മൾ പറഞ്ഞു നമുക്ക് പി വി റേഷ്യോ കാണി നമുക്ക് കോൺട്രിബ്യൂഷൻ കാണണ്ടേ. സോ കോൺട്രിബ്യൂഷൻ കാണിക്കുക നമ്മൾ സെയിൽസ് മൈനസ് വേരിയബിൾ കോസ്റ്റ് ആണ്. സോ നമുക്ക് വേരിയബിൾ കോസ്റ്റ് നമ്മൾ മൈനസ് ചെയ്യണം. യെസ്. ഇനി വേരിയബിൾ കോസ്റ്റ് നമുക്ക് വർക്കിംഗ് നോട്ട് നമ്പർ 2ലേക്ക് വരാം. സോ വേരിയബിൾ കോസ്റ്റ്. സോ വർക്കിംഗ് നോട്ട് നമ്പർ 2ൽ നമുക്ക് ഓൾഡ് വേരിയബിൾ കോസ്റ്റ്, അതായത് നമുക്ക് ഓൾഡ് സെല്ലിംഗ് പ്രൈസിൻ്റെ അല്ലെങ്കിൽ നമുക്ക് ഓൾഡ് സ്കീം എന്ന് വിളിക്കാം. ഓക്കെ, ഓൾഡ് സ്കീമിൻ്റെ സെല്ലിംഗ് പ്രൈസ് എന്ന് പറയുന്നത് വേരിയബിൾ കോസ്റ്റ് എന്ന് പറയുന്നത്. സോ 3,99,200 പ്ലസ് 3,200x ഓൾറെഡി അന്ന് നമ്മൾ ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയിരുന്നു. അതായത് നമ്മൾ പറഞ്ഞു വേരിയബിൾ കോസ്റ്റ് എന്ന് പറയുന്നത്. സോ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു 3,99,200 പ്ലസ് 3,200x ആണ് നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ അതായത് 3,200x എന്ന് പറയുന്നത് നമുക്ക് കമ്മീഷൻ, ദെൻ 3,99,200 എന്ന് പറയുന്നത് നമുക്ക് ബാക്കിയുള്ള നമുക്ക് വേരിയബിൾ കോസ്റ്റസ് ആണ്. അതായത് അഡ്മിനിസ്ട്രേഷൻ ഓവർഹെഡ്, സെല്ലിങ്ങിലാണ് നമുക്ക് കമ്മീഷൻ വരുന്നത്.
പിന്നെ മെറ്റീരിയൽ ലേബർ ഇതൊക്കെ വരുന്നതാണ് നമുക്ക് 3,99,200. ദെൻ 3,200 എക്സ് എന്ന് പറയുന്നത് നമുക്ക് കമ്മീഷനാണ്. സോ അങ്ങനെയാണെങ്കിൽ എക്സ് നമുക്ക് ഓൾറെഡി നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട് 15 രൂപയാണ് നമുക്ക് എക്സ്. സോ അങ്ങനെയാണെങ്കിൽ 3,99,200 പ്ലസ് 3,200 ഇൻറ്റു 15. സോ അങ്ങനെയാണെങ്കിൽ 4,47,200 നമുക്ക് ഓൾഡ് വേരിയബിൾ കോസ്റ്റ് എന്ന് പറയുന്നത്. ഓൾഡ് വേരിയബിൾ കോസ്റ്റ് എന്ന് പറയുന്നത് 4,47,200. സോ അങ്ങനെയാണെങ്കിൽ 4,47,200 നമുക്ക് ഓൾഡ് വേരിയബിൾ കോസ്റ്റ് എന്ന് പറയുന്നത്. സോ അങ്ങനെയാണെങ്കിൽ നമുക്ക് കോൺട്രിബ്യൂഷൻ സെയിൽസ് മൈനസ് വേരിയബിൾ കോസ്റ്റ് നമുക്ക് കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് 1,52,800. 1,52,800. ആർ യു ക്ലിയർ ഗൈസ്? ആർ യു ക്ലിയർ? സോ 1,52,800 നമുക്ക് വരുന്നത്. സോ അങ്ങനെയാണ് പി വി റേഷ്യോ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. സോ പി വി റേഷ്യോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം 1,52,800 എൻ്റെ കോൺട്രിബ്യൂഷൻ. സോ നമ്മുടെ സെയിൽസ് എന്ന് പറയുന്നത് 6 ലക്ഷം. സോ അങ്ങനെയാണെങ്കിൽ 1,52,800 ഡിവൈഡ് ബൈ 6 ലക്ഷം ഈസ് ഈക്വൽ ടു 6 ലക്ഷം ഇൻറ്റു 100 ഇതിനകത്ത് 25.47% കിട്ടും. സോ ഇതാണ് നമുക്ക് ഓൾഡ്, അതായത് ഓൾഡ് എന്ന് പറഞ്ഞാൽ 15 രൂപ സെല്ലിംഗ് പ്രൈസുള്ള സമയത്ത് നമുക്ക് കിട്ടുന്ന പി വി റേഷ്യോ എന്ന് പറയുന്നത് നമുക്ക് 25.47%. സോ നമുക്ക് ക്വസ്റ്റ്യൻ ഇതല്ല, നമ്മളോട് പറയുന്നത് അസംഷൻ പറഞ്ഞിരിക്കുന്നത് വെച്ചാൽ 14 രൂപ സെല്ലിംഗ് പ്രൈസ് ആണെങ്കിൽ പി വി റേഷ്യോ എത്രയാണ്. സോ നമുക്ക് പി വി റേഷ്യോ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പോൾ അതായത് സോ ന്യൂ നമ്മൾ പറഞ്ഞു ഓൾറെഡി നമ്മൾ സെയിൽസ് പറഞ്ഞു 40,000 ഇൻറ്റു 14 ഈക്വൽ ടു 5,60,000 ആണ്. സോ അങ്ങനെയാണെങ്കിൽ നമുക്ക് ന്യൂ വേരിയബിൾ കോസ്റ്റ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. സോ ന്യൂ വേരിയബിൾ കോസ്റ്റ് എന്ന് വെച്ചാൽ 3,99,200 നമുക്ക് മെറ്റീരിയൽ ലേബർ അങ്ങനെ പറഞ്ഞിട്ട് വരുന്നത് പ്ലസ് 3,200. സോ 3,200 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പിന്നെ കമ്മീഷൻ, അതായത് സെല്ലിംഗ് ഓവർ ഹെഡിൽ വരുന്ന കമ്മീഷൻ എത്ര 3,200 എക്സ്. സോ അങ്ങനെയാണെങ്കിൽ 3,99,200 പ്ലസ് 3,200 ഇൻറ്റു 14. ആർ യു ക്ലിയർ ഗൈസ്? ആർ യു ക്ലിയർ? സോ അങ്ങനെയാണെങ്കിൽ 4,44,000 ആണ്. 4,44,000 നമുക്ക് ന്യൂ വേരിയബിൾ കോസ്റ്റ് നമുക്ക് വരുന്നത്. ന്യൂ വേരിയബിൾ കോസ്റ്റ് എന്നത് 4,44,000. സോ അങ്ങനെയാണെങ്കിൽ നമുക്കിങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് 4,44,000 നമ്മൾ മൈനസ് ചെയ്തു. സോ അങ്ങനെയാണെങ്കിൽ നമുക്ക് 1,16,000 നമുക്ക് കോൺട്രിബ്യൂഷൻ കിട്ടി. ദെൻ നെക്സ്റ്റ് അങ്ങനെയാണെങ്കിൽ നമുക്ക് 1,16,000 ഡിവൈഡ് ബൈ 5,60,000 ഇൻറ്റു 100 ഈസ് ഈക്വൽ ടു ചെയ്യാം കാൽക്കുലേറ്റർ എടുക്കുക ചെയ്യാം. 1,16,000 ഡിവൈഡ് ബൈ 5,60,000 ഇൻറ്റു 100 ഈസ് ഈക്വൽ ടു 20.71%. 20.71%. ആർ യു ക്ലിയർ ഗൈസ്? ആർ യു ക്ലിയർ? സോ അപ്പോൾ ഇതാണ് നമ്മൾ പി വി റേഷ്യോ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തു. സോ നമ്മളോട് ചോദിച്ചിരിക്കുന്നതൊന്നുമല്ല, നമുക്ക് ബ്രേക്ക് ഈവൻ പോയിൻ്റാണ് നമുക്ക് വേണ്ടത്. സോ നമുക്ക് ബ്രേക്ക് ഈവൻ പോയിന്റ് കിട്ടണമെങ്കിൽ നമുക്ക് പി വി റേഷ്യോ നമുക്ക് ചെയ്യാനായിരുന്നു. സോ ആ കാൽക്കുലേഷനാണ് നമ്മളിപ്പോൾ ചെയ്തത്. സോ അങ്ങനെയാണെങ്കിൽ നമുക്ക് പി വി റേഷ്യോ നമുക്ക് 20.71% നമ്മൾ കണ്ടെത്തി അല്ലേ. നമ്മൾ വർക്കിംഗ് നോട്ട് നമ്പർ 1 നമ്മൾ 20.71% നമ്മൾ കണ്ടെത്തി. സോ അങ്ങനെയാണെങ്കിൽ നമുക്ക് പി വി റേഷ്യോ ബ്രേക്ക് ഈവൻ പോയിന്റ് ഇൻ റുപ്പീസ്, ബ്രേക്ക് ഈവൻ പോയിന്റ് റുപ്പീസ് എന്ന് വെച്ചാൽ 4,48,093. 4,48,093, അതായത് അപ്രോക്സിമേറ്റ്ലി നമുക്ക് 4,48,000 എന്ന് പറഞ്ഞൂടെ? 4,48,000 എന്ന് പറഞ്ഞൂടെ? യെസ്. ഇനി അപ്പോൾ നമുക്ക് വാല്യൂസിന് മാത്രം കണ്ടാൽ പോരാ, നമുക്ക് എന്ത് ചെയ്യണം? നമുക്ക് പിന്നെ യൂണിറ്റ്സിൽ നമ്പർ ഓഫ് ദി ബോട്ടിൽസ്, അതായത് നമുക്ക് യൂണിറ്റ്സിലും കൂടി നമുക്ക് ബ്രേക്ക് ഈവൻ പോയിന്റ് കാൽക്കുലേറ്റ് ചെയ്യണം. എന്ത് ചെയ്താൽ മതി? സോ 4,48,000 നമുക്ക് വാല്യൂ കിട്ടിയിരിക്കുന്നത്. ഡിവൈഡ് ബൈ 14 ചെയ്താൽ പോരെ? സെല്ലിംഗ് പ്രൈസ് 14 ഡിവൈഡ് ചെയ്താൽ പോരെ? സോ അങ്ങനെയാണ് നമുക്ക് കിട്ടുന്നത് 32,000 യൂണിറ്റ്. സോ 32,000 യൂണിറ്റ് ആയിരിക്കും നമുക്ക് ബ്രേക്ക് ഈവൻ പോയിന്റ് യൂണിറ്റ് നമുക്ക് കിട്ടുന്നത്. സോ ദാറ്റ്സ് ഓൾ അബൌട്ട് പ്രാക്ടിക്കൽ ക്വസ്റ്റ്യൻ 16. സോ ഇപ്പോൾ നമ്മൾ ഓൾറെഡി നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഇതിൻ്റെ പാർട്ട് 1 നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കാണാം. അതിന് മുന്നേ നമ്മൾ ഒരു പ്രാക്ടിക്കൽ ക്വസ്റ്റ്യൻ 19 നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. സോ അതും നിങ്ങൾ കാണാം. സോ അതുപോലെ തന്നെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. കാരണം നമ്മൾ അപ്കമിങ് ഡേയ്സിൽ നമുക്ക് ഇതേപോലെ തന്നെ നമുക്ക് മാർജിൻ കോസ്റ്റിങ്ങിൽ നമുക്ക് ഓരോ ചാപ്റ്റേഴ്സിലും ഇല്ലുസ്ട്രേഷൻസും പ്രാക്ടിക്കൽ ക്വസ്റ്റ്യൻസും നമുക്ക് കവർ ചെയ്യാൻ പറ്റും. അതുകൊണ്ട് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ അതായത് ആ ഒരു നോട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടി നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. സ്റ്റേ ട്യൂൺഡ്. നെക്സ്റ്റ് നമുക്ക് മാക്സിമം ഷെയർ ചെയ്യുക. നിങ്ങൾ ഫ്രണ്ട്സിലേക്ക് മാക്സിമം ഷെയർ ചെയ്യാം. അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യാം. സോ ഞാൻ പറയുന്നത് കമൻറ്റ് നിങ്ങൾ പറഞ്ഞാൽ അറ്റൻഡൻസ് ഇടുക, അതായത് ജസ്റ്റ് ഹാൻഡ് റൈസ് ഇട്ടാൽ മതി. സോ കമൻറ്റ് ചെയ്യാം. സോ ദാറ്റ്സ് ഓൾ അബൌട്ട്. ആൻഡ് ലാസ്റ്റ്ലി താങ്ക് യു.